യെസ്, തീർച്ചയായും അവർ പറയുന്നുണ്ട് ആ പാലത്തിൽ നിർമ്മാണത്തിലൊന്നും അപാകതയൊന്നുമില്ല. പക്ഷേ 6 വർഷത്തോളം സമരം ചെയ്ത് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതാണ്. നിരവധി പേരുടെ ആശ്രയമായിരുന്നു ആ ഒരു പാലം. പക്ഷേ അതിപ്പോൾ തകരുന്ന സാഹചര്യം വീണ്ടും ഉണ്ടാകുന്നു. എത്രയും പെട്ടെന്ന് അധികൃതർ അവിടെ കണ്ണു തുറക്കണമെന്ന് തന്നെയാണ് അവർ പറഞ്ഞു വെക്കുന്നത്. ഇതിൽ എങ്ങനെയാണ് തദ്ദേശ സ്ഥാപനങ്ങളുടെയൊക്കെ ഒരു നിലപാട്? ഭദ്ര, ഈ പാലം തകർന്നതോടുകൂടി ഈ പ്രദേശത്ത്, അതായത് ഇളുപ്പുങ്കൽ കാരക്കാട് പ്രദേശത്തേക്കുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള സഞ്ചാരം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇവർക്ക് ഏറ്റവും എളുപ്പത്തിന് അപ്പുറം ഇപ്പുറം ഈ 2 കരകളിലേക്കും ബന്ധിപ്പിക്കുന്ന ഒരു പാലം. ഇനി ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനായിട്ട് ഈരാറ്റുപേട്ട ടൗൺ ചുറ്റി പോകേണ്ട ഒരു അവസ്ഥയാണുള്ളത്. അത്തരത്തിൽ അതിന് ഒരു എളുപ്പമാർഗം എന്നോണം നിരവധി സ്കൂൾ കുട്ടികളും അതുപോലെ കോളേജ് വിദ്യാർത്ഥികളും മറ്റ് ജോലിക്ക് പോകുന്ന ആളുകളെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു പാലമാണത്. അതൊരു നടപ്പാലമാണ്. പക്ഷേ നടപ്പാലത്തിനേക്കാളും അതൊരു വെറും നടപ്പാലം എന്ന് പറയുമ്പോൾ പോലും ഒരുപാട് ജനങ്ങൾ ആശ്രയിച്ചിരുന്ന ഒരു പാലമാണ്. അത് ഇതിനു മുൻപേ തകർന്നു പോയതിനും അതിനുശേഷം ഇവർ ഒരുപാട് അപേക്ഷകൾ കൊടുത്തും ഒരുപാട് അഭ്യർത്ഥന നടത്തിയും ഒക്കെ തന്നെ വീണ്ടും ഒരു നിർമ്മിച്ചെടുത്ത ഒരു പാലമാണ്. ആ പാലമാണ് ഇപ്പോൾ ഈ ഒരു രണ്ടാമത്തെ ഒരു പ്രളയത്തിൽ ഇങ്ങനെ ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മീനച്ചിലാറിന്റെ കുത്തൊഴുക്കിൽ ഈ പാലം ഒലിച്ചു പോയിരിക്കുകയാണ്. ആ പാലം മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന ഒരു ജലസംഭരണി, അതുപോലെ തന്നെ ട്രാൻസ്ഫോമർ, ഇതെല്ലാം തന്നെ തകർന്നിരിക്കുകയുണ്ട്. ആ പ്രദേശത്ത് വൈദ്യുതി ബന്ധം ഇല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ട്രാൻസ്ഫോമർ കൂടി തകർന്നു പോയിട്ടുണ്ട്. അത്തരത്തിൽ ഉള്ള ഒരു കുത്തൊഴുക്കാണ് ആ മീനച്ചിൽ ആറിന്റെ തീരത്തുള്ള എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുക. മീനച്ചിലാർ അതുപോലെ തന്നെ കുത്തി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ആ പ്രദേശത്ത്, തീരപ്രദേശത്ത് താമസിക്കുന്നവരെല്ലാം ജാഗ്രത നേരത്തെ തന്നെ പുലർത്താൻ പറഞ്ഞിട്ടുണ്ട്, മാറി താമസിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ നിലവിൽ ഇളുപ്പുങ്കൽ കാരക്കാട് നടപ്പാലം തകർന്നു പോയിരിക്കുന്നത് ഒരു പ്രാവശ്യം തകർന്നതാണ്. 2018 തകർന്ന ഒരു പാലമാണ്. വീണ്ടും പുനർനിർമ്മിച്ചു വന്ന ഒരു പാലമാണ്. ജനങ്ങൾ ഒരുപാട് ആശ്രയിച്ചിരുന്ന പാലമാണ്. ആ പാലമാണ് ഇപ്പോൾ വീണ്ടും പാലത്തിന്റെ കൈവരികൾ മാത്രമായിട്ട് നിർത്തിക്കൊണ്ട് പാലത്തിന്റെ ഒരു ഭാഗം മുഴുവനായിട്ട് ഒലിച്ചു പോയിരിക്കുന്നത്. ഏതായാലും ആ ബീമുകൾ മാത്രം അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ബാക്കി പാലത്തിന്റെ ഒരു ഭാഗം മുഴുവനായി ഒലിച്ചു പോയിരിക്കുകയാണ്. ഭദ്ര.